ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2024 കറണ്ട് അഫയേഴ്സിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോയും കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന ആൻസേഴ്സ് എല്ലാം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജാവലിൻ. ജാവലിനാണ് നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത്. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, നിതിൻ മധുകർ ജാംദാർ. നിതിൻ മധുകർ ജാംദാറാണ് കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നീതി ആയോഗിൻ്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡാണ് നീതി ആയോഗിൻ്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 40. 40 സ്വർണ്ണ മെഡലുകളാണ് അമേരിക്കയും ചൈനയും പാരീസ് ഒളിമ്പിക്സിൽ നേടിയത്. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മിസൈൽ. അപ്പോൾ അഗ്നി, സൂര്യ എന്നതൊക്കെ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ മിസൈലുകളുടെ പേരാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ല. വരയാടിനെ അഥവാ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? വരയാടിനെ അഥവാ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, തമിഴ്നാട്. തമിഴ്നാടാണ് വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി, വിദ്യാവാഹൻ. അപ്പോൾ വിദ്യാവാഹനാണ് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ, വയനാട്. വയനാട് ജില്ലയാണ് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മുടിയേറ്റ്. മുടിയേറ്റാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, തുഷാർ ദേശ്പാണ്ഡെ. തുഷാർ ദേശ്പാണ്ഡെയാണ് 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയറായി മാറിയത്. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്.
ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ വി.കെ. മോഹനൻ കമ്മീഷൻ. വി.കെ. മോഹനൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്തത്. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ന്യൂറാലിങ്ക് കോർപ്പറേഷനാണ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി. കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ഓപ്ഷൻ ബി സാരഥി. സാരഥിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർക്ക്. ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് ഉത്തരം ഓപ്ഷൻ ബി വയോമിത്രം. അപ്പോൾ എന്താണ് വയോമിത്രം എന്ന് ചോദിച്ചാൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് വയോമിത്രം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി താലോലം. അപ്പോൾ താലോലം പദ്ധതി എന്താണ്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃതാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൃദ്രോഗം. ഹൃദ്രോഗമാണ് 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-2024 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-2024 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഉത്തരം ഓപ്ഷൻ സി ശ്രുതിതരംഗം. അപ്പോൾ ശ്രുതിതരംഗം പദ്ധതി എന്താണ്? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-2024 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ശ്രുതിതരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1056. 1056 കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ പാരീസ്. പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി.
ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സോജൻ ജോസഫ്. സോജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ. ബ്രസീലിലാണ് 2024 G20 ഉച്ചകോടി നടന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 6. 6 മെഡലുകളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ. അതാണ് തെറ്റായത്. നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ജാവലിൻ ത്രോയിൽ കിട്ടിയത്. അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റുകളൊന്ന് നോക്കാം. മനു ഭാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൾ. സ്വപ്നിൻ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഈ സമീപകാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പോളണ്ടും ഉക്രൈനും. പോളണ്ടും ഉക്രൈനുമാണ് ഈ സമീപകാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഈ അടുത്ത കാലത്തെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഈ അടുത്ത കാലത്തെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി പുതിയ പെൻഷൻ പദ്ധതി. പുതിയ പെൻഷൻ പദ്ധതിയാണ് UPS. ആനന്ദ് എഗർഷി ഈ സമീപകാലത്തെ വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആനന്ദ് എഗർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ഉത്തരം ഓപ്ഷൻ സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അപ്പോൾ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആനന്ദ് എഗർഷി. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി 7. 7 കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഓൾ ദി എബോവ്. അതായത് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റു സഞ്ചാരികൾ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി മിന്നുമണി. മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്തു പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി കൈരളി. അപ്പോൾ കൈരളി എന്നതാണ് കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറിൻ്റെ പേര്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വിദ്യാവാഹിനി ആപ്പ്. അപ്പോൾ വിദ്യാവാഹിനി ആപ്പാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു?
കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ തന്മുദ്ര. തന്മുദ്രയാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി. കേരള സർവകലാശാല ഈ അടുത്ത കാലത്തെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പ്രിയങ്ക. പ്രിയങ്കയാണ് കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നൊബേൽ സമ്മാന ജേതാവ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നൊബേൽ സമ്മാന ജേതാവാണ്. ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസ് ആണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നൊബേൽ സമ്മാന ജേതാവ്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോകാരോഗ്യ ദിന പ്രമേയം. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. അപ്പോൾ ആർദ്രം മിഷൻ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആശാഭവൻ. അപ്പോൾ ആശാഭവൻ എന്താണ്? മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ജഗത് പ്രകാശ് നദ്ദ. ജഗത് പ്രകാശ് നദ്ദയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയതാര്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയതാര്? ഉത്തരം ഓപ്ഷൻ എ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഹാവിഷ്യൂർ. ഹാവിഷ്യൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 50 കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ക്ലാസ്സിലും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാരീസ് ഒളിമ്പിക്സ്, നൊബേൽ പ്രൈസ്, നീരജ് ചോപ്ര, ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്